ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ചങ്ങനാശ്ശേരി ബൈബിൾ അപ്പോസ്തോലേറ്റും മാക് ടിവിയും ചേർന്നൊരുക്കുന്ന നൂറുമേനി സീസൺ 2 സന്യാസിനികൾക്കും സന്യാസിനി അർദ്ധിനികൾക്കുമായി നടത്തിയ വചന മനപ്പാടം മത്സരത്തില് ബി കാറ്റഗറിയില് 1ാം സമ്മാനം നേടിയ സിസ്റ്റർ ക്രിസ്റ്റീന കുഴിപ്പന്തലിൽ SABS ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അമ്മേ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മേ, ബി കാറ്റഗറിയില് 1ാം സമ്മാനം നേടിയിരിക്കുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അമ്മ, എത്ര വചനമാണ് മൊത്തം എഴുതിയത്? 340 വചനം. 340 വചനങ്ങൾ എഴുതി. അപ്പൊ അത്രയും വചനങ്ങൾ എഴുതി അമ്മ എങ്ങനെയാണ് ഈ ഒരു മത്സരത്തിലേക്ക് മത്സരിക്കാമെന്ന് തീരുമാനിച്ചത്? സീസൺ 1 മത്സരിച്ചിരുന്നോ? സീസൺ 1 ഞാൻ മത്സരിച്ചിരുന്നില്ല. അന്ന് ഞങ്ങളുടെ ഫോർമേഷൻ കാലഘട്ടത്തിലായിരുന്നപ്പോൾ അതിനൊക്കെ അനുവാദമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മത്സരത്തിൽ പങ്കുചേർന്നില്ല. ഇത്തവണ ആദ്യമായിട്ടാണ് നൂറുമേനി മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ഈ വചനങ്ങൾ എങ്ങനെയാണ് പഠിച്ചത്? കാരണം ഇത്രയും വചനങ്ങൾ പഠിക്കണം, ഇത്രയും വലിയൊരു പോർഷനാണ്. അപ്പൊ എങ്ങനെയാണ് ഇത്രയും വചനങ്ങൾ പഠിച്ചത്? വചനത്തോട് എനിക്ക് നല്ലൊരു ബന്ധമുണ്ട്. എനിക്ക് വചനം കാണുമ്പോൾ എനിക്കൊരു ഭയങ്കര ആകർഷണം ആദ്യം തന്നെ. പിന്നെ ഞാൻ പരിശുദ്ധാത്മാവിനോട് ആദ്യം പ്രാർത്ഥിച്ചത്, പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമേ. ഓരോ വചനം പഠിച്ചപ്പോഴും പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് പഠിച്ചു. അപ്പം എനിക്ക് കൂടുതൽ എളുപ്പമായിരുന്നു. അമ്മ, അതുപോലെ തന്നെ നമ്മൾ ഈ വചനങ്ങൾ പഠിക്കുമ്പോൾ അമ്മയ്ക്ക് കൂടുതലായിട്ട് ഈശോയെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ ഈശോയോട് കൂടുതലായിട്ട് അടുക്കാനുള്ള ഒരു അവസരം കിട്ടിയെന്ന് തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഓരോ വചനം പഠിക്കുമ്പോഴും ഓരോ വചനത്തിലെ ഒരു നന്മയുടെ കാര്യമുണ്ട്. അപ്പം നമ്മൾ ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ. മാതാവ് പറഞ്ഞൊരു കാര്യം, അതൊരു വചനമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലും മാതാവിനെ പോലെ ചില സന്ദർഭങ്ങൾ നമ്മൾ എളിമപ്പെടേണ്ടി വരും, ചെറുതാകേണ്ടി വരും. അപ്പം ഈ വചനം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ ആ വലിയൊരു കൃപ നമ്മളിൽ നിറയുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നന്മയിലൂടെ മുമ്പോട്ട് പോകാൻ നമ്മളെ സഹായിക്കുകയാണ്. അമ്മയുടെ ഈ ഒരു സന്യാസ ജീവിതത്തിൽ ഈ വചനം എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? ഇപ്പം നമ്മളൊരു കമ്മ്യൂണിറ്റി ജീവിക്കുമ്പോൾ നമ്മുടെ മദറിനൊക്കെ കീഴ്പ്പെട്ട ഒരു അനുസരണത്തിൻ്റെ ലെവലിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അപ്പോഴൊക്കെ ദൈവികതരത്തിനത് വിട്ടുകൊടുത്തുകൊണ്ട് മാതാവിനെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് ഈ വചനമാണ്. അപ്പം ഇപ്പോൾ വചനം പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം ഇത്രയും വചനങ്ങൾ പഠിക്കുമ്പോൾ ഇത് മറന്നു പോകുമോ? അല്ലെങ്കിൽ ഈ വചനങ്ങളുടെ ഇപ്പം വചനം മാത്രം പഠിച്ചാൽ പോലെ അതിൻ്റെ കൊട്ടേഷൻ ഉൾപ്പെടെ പഠിക്കണം. അപ്പം എങ്ങനെയാണ് ഈ വചനം പഠിച്ചൊരു പ്രോസസ്സ്? എങ്ങനെയാണ് നമ്മൾ ഇതൊരു ഏത് രീതിയിലാണ് നമ്മൾ വചനം പഠിച്ചത്? ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് പുതിയ നിയമത്തിലെ മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ ഇതിലൊക്കെ. ആദ്യം മത്തായിയുടെ സുവിശേഷം എടുത്തു. നമ്മുടെ നൂറുമേനി വചന പുസ്തകത്തിൽ നിന്ന് മത്തായിയുടെ സുവിശേഷത്തിലെ 1ാം അധ്യായത്തിൽ നിന്നുള്ള വചനങ്ങൾ എടുത്തു. പിന്നെ 2ാം അധ്യായം എടുത്തു, 3ാം അധ്യായം. അങ്ങനെ മത്തായി തീർന്നു കഴിഞ്ഞ് മർക്കോസിൻ്റെ എടുത്തു. അങ്ങനെ ഓർഡറായിട്ട് ആ 1, 2, 3 ആ അക്കങ്ങളുടെ ആ ക്രമത്തിൽ പഠിക്കുമ്പോൾ കൂടുതൽ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് പിന്നെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ചില സമയങ്ങളിലേക്ക് ഓർഡർ കിട്ടുന്നുണ്ടോ എന്ന് ഇങ്ങനെ ഓർത്ത് നോക്കി അതിലൂടെയൊക്കെ എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചു. ഇവൻ നൂറുമേനി സീസൺ 2 ഗ്രാൻഡ് ഫിനാലെ, അതായത് കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ്. അപ്പം ഒരുപാട് പേര് ഇപ്പോൾ വചനം പഠിച്ചൊരുങ്ങുന്നുണ്ട്. അപ്പം അമ്മയ്ക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താ? കാരണം ഇങ്ങനെ വചനം പഠിക്കുന്നു, മറന്നു പോകുന്നു, അങ്ങനെ പറയുന്നവർക്കുള്ള ഒരു ടിപ്പ് അമ്മയ്ക്ക് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? അവർക്കായിട്ട് നൽകാനുള്ള ഒരു സന്ദേശം എന്ന് വെച്ചാൽ, നിങ്ങൾ വചനം പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന വചനങ്ങളെല്ലാം ഒരു ബുക്കിലേക്ക് എഴുതിയിട്ട് അത് മനപ്പാഠമാക്കിയ ശേഷം നിങ്ങൾ മറ്റൊരു ബുക്കിൽ എനിക്ക് ഓർഡറായിട്ട് എഴുതാനായിട്ട് സാധിക്കുന്നുണ്ടോയെന്നറിയാൻ എഴുതി നോക്കുക. വീണ്ടും നമ്മൾ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ, മറ്റ് ഫ്രീ ആയിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഓർഡർ മനസ്സിലേക്ക് വചനങ്ങൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ കണക്ട് ചെയ്ത് അത് കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുക. കണക്ട് ചെയ്ത് കിട്ടാതെ വരുന്ന സമയങ്ങളിൽ വീണ്ടും ബുക്ക് തുറന്ന് നോക്കി അടുത്ത വചനം മനസ്സിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ നമുക്ക് ആ വചനം നമ്മുടെ മനസ്സിൽ ഒരു മനഃപ്പാഠമാക്കാനായിട്ടും കൂടുതൽ ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ടും ഒക്കെ സാധിക്കും. അമ്മ, അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് യുവജനങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറുകയാണ് ഇത്രയും വചനം പഠിച്ച്. ഈ യുവതലമുറയിലേക്കൊക്കെ വചനം പകരാൻ ഇപ്പം നമുക്കൊരു ഡിജിറ്റൽ മീഡിയയുടെ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഇതിലൂടെയൊക്കെ വചനം പങ്കുവയ്ക്കാൻ അമ്മയ്ക്ക് സാധിക്കുന്നുണ്ടോ? അതിനുള്ള ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഞാനതൊരു ഉപയോഗിക്കും. അപ്പോൾ അതിനൊരു അവസരം കിട്ടാനായിട്ട് എനിക്കിതിന് ആഗ്രഹമുണ്ട്. കിട്ടിയാൽ ഉറപ്പായിട്ടും വചനം അനേകർക്ക് കൊടുക്കാനുള്ള ഒരു വേദിയാക്കി അതിനെ ഞാൻ മാറ്റും. അമ്മ, അതുപോലെ തന്നെ വചനം പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ വായിച്ചിട്ട് ഓർമ്മ കിട്ടുന്നില്ല അല്ലെങ്കിൽ മറന്നു പോകുന്നു. അങ്ങനെയൊക്കെ ഉള്ളവരോട് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, നമ്മുടെ കൂടുതൽ പരിശ്രമം. നമുക്ക് ഓരോരുത്തർക്കും ഒരു ലെവലുണ്ട് പഠിക്കാനായിട്ട്. വചനം പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റ് പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെയാണ് ഓരോരുത്തർക്കും ഒരു ലെവലുണ്ട്. അപ്പം കൂടുതലായിട്ട് നമ്മുടെ ഇതിനനുസരിച്ച് നമ്മൾ കൂടുതൽ പരിശ്രമിക്കുക. അപ്പോൾ ഒരാൾക്ക് 2 തവണ വായിച്ചാൽ മതിയായിരിക്കും, അപ്പം നമ്മുടെ പെട്ടെന്ന് ഓർമ്മയ്ക്ക് കിട്ടും. പക്ഷേ ഒരാൾക്ക് 10 തവണ വായിച്ചാലും അത് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നില്ലായിരിക്കും. അങ്ങനെയുള്ള സമയം കൂടുതൽ പരിശ്രമിക്കുക. എത്രമാത്രം ലോ ആയിട്ടുള്ള അളവിലാണോ നമ്മളുള്ളത്, പരിശ്രമിക്കുക. പിന്നെ പരിശുദ്ധാത്മാവിന് കൂടുതൽ സഹായം തേടുക. അതുപോലെ തന്നെ ഈ വചനം അമ്മ ഇത്രയും 340 വചനങ്ങൾ എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമാണ്, വലിയൊരു കാര്യം തന്നെയാണ്. അമ്മ ഇത്രയും വചനങ്ങളൊക്കെ പഠിച്ചു. ഇത് അമ്മയുടെ സന്യാസ ജീവിതത്തിൽ, അതായത് ഇടവക പ്രേക്ഷിതത്വത്തിലൊക്കെ എത്രമാത്രം സഹായിക്കുന്നുണ്ട്?
ഈ വചനം പഠിച്ചപ്പോൾ ഞാനൊരു ഇടവകയിൽ ഇപ്പം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ പല വിധത്തിലുള്ള ആളുകളുണ്ട്. വീട്ടിൽ രോഗികളായി കഴിയുന്നവരുണ്ട്, അതുപോലെ തന്നെ ജോലിയില്ലാതെ വേദനിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് യോജിച്ചൊരു വചനം. ഇപ്പോൾ രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, അവർക്ക് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, ആ തിരുവചനം അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ആവർത്തിച്ച് ചൊല്ലുന്നതിലൂടെ അവരുടെ ജീവിതത്തിലൊരു ആ രോഗത്തിൻ്റെ അവസ്ഥ ഭേദപ്പെട്ടില്ലെങ്കിൽ പോലും അവർക്ക് മനസ്സിന് ഒരു ആശ്വാസവും ഉന്മേഷവും ഒക്കെ നൽകാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ പലർക്കും നമുക്ക് ഏത് പ്രതിസന്ധിയാണോ അതിന് യോജിച്ച വചനം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ആ വചനം അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അനേകർക്ക് ഈ വചനത്തിലൂടെ തന്നെ സൗഖ്യം നൽകാനായിട്ട് സാധിക്കുമെന്ന്. ഇത്രയും വചനങ്ങളൊക്കെ പഠിച്ചിരിക്കുകയാണ്. അമ്മയെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച അല്ലെങ്കിൽ അമ്മയുടെ മനസ്സിൽ എപ്പോഴും വരുന്ന ഒരു വചനം അതേതാണ്? കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവിടുത്തെ പ്രത്യാശ അവിടുന്ന് തന്നെ. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിലെ 7-ാം വചനമാണ്. അതായത് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ എപ്പോഴും മുമ്പോട്ട് പോയാലും നമ്മുടെ ജീവിതത്തിൽ വിജയം ലഭിക്കുമെന്ന്. അതിന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ആറ്റുതീരത്ത് നട്ട വൃക്ഷത്തോടെ ഉപമിച്ചേക്കുന്നത്. ആറ്റുതീരത്ത് നട്ട വൃക്ഷത്തിന്റെ പ്രത്യേകത നമുക്കറിയാം അല്ലേ? അത് വെള്ളത്തോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അത് എപ്പോഴും നന്മയിലൂടെ നല്ല പച്ചപ്പിലൂടെ മുമ്പോട്ട് നീങ്ങാനായിട്ട് സാധിക്കും. ആ ഒരു വചനമാണ് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രത്യാശയോടെ മുമ്പോട്ട് നയിച്ചിട്ടുള്ളത്. ഇനി ഒരു സീസൺ 3, അതായത് നമ്മുടെ 100 മേനി വചനം മനപ്പാഠം മത്സരം സീസൺ 3 വന്നാൽ അമ്മ മത്സരിക്കുമോ? ഉറപ്പായിട്ടും എനിക്ക് ഈ 100 മേനിയിലൂടെ എനിക്ക് വലിയൊരു പ്രചോദനമായിരുന്നു. അപ്പോൾ കൂടുതൽ വചനം പഠിക്കാനായിട്ട്, കൂടുതൽ മുമ്പോട്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കാനുള്ള അവസരമാണ് 100 മേനി പ്രദാനം ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇനിയൊരു അവസരം കിട്ടിയാൽ നന്നായിട്ട് ഉപയോഗിക്കും. ഈശോയ്ക്ക് വേണ്ടി എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ദീപികാനന്ദത്തിന് മണവാട്ടി എന്ന് പറഞ്ഞാൽ അച്ഛന് പറയുന്നൊരു കാര്യമുണ്ട്, ഈശോയ്ക്ക് വേണ്ടി സമയം കൊടുത്താൽ അവർക്ക് നഷ്ടമാകില്ല. അപ്പോൾ ജീവിതത്തിൽ എന്തൊക്കെ തിരക്ക് വന്നാലും വചനത്തിന് വേണ്ടി നമ്മളൊരു സമയം മാറ്റി വെച്ചാൽ ഉറപ്പായിട്ടും മറ്റു കാര്യങ്ങളിലെല്ലാം നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ആയിരുന്നത് സിസ്റ്റർ ക്രിസ്റ്റീന SABS ആണ്. അമ്മ 100 മേനി സീസൺ 2 മത്സരത്തിൽ 340 വചനം എഴുതി B കാറ്റഗറിയിൽ 1ാം സമ്മാനം നേടിയ ആളാണ്. അമ്മയ്ക്ക് ചങ്ങനാശ്ശേരി അതിരൂപത കുടുംബത്തിന്റെ സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം അമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വചനം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം അതിനോട് ചേർക്കപ്പെടും. ഈശോ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇത് നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ആയിരുന്നതിന് നന്ദി.